ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മോഹൻ രാഗത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ലക്ഷ്മിയോട് കാർത്തിക കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് നേരെ ആ ക്യാബിനിലേക്ക് വരികയാണ്. പക്ഷെ ക്യാബിൻ്റെ ആ മേശരടിയിൽ ഒരാൾ ഒളിച്ചിരിക്കുന്നുണ്ട്. അത് നമ്മുടെ ഈ സ്റ്റെഫി തന്നെയായിരുന്നു. അപ്പോൾ സ്റ്റെഫി ഇരിക്കുന്ന കാര്യം നമ്മുടെ കാർത്തിക അറിയാനും പാടില്ല. അങ്ങനെ വളരെയേറെ സന്തോഷത്തോടു കൂടി തന്നെയാണ് കാർത്തിക അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ സ്റ്റെഫി വെള്ള നീക്കങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയെങ്കിലും ആ ചെയറിൽ വന്നിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുത്തിക്കൊല്ലണോ എന്നുള്ളൊരു ഒറ്റ ചിന്ത മാത്രമേ ഈ സ്റ്റെഫിയുടെ മനസ്സിലുള്ളൂ. അങ്ങനെ കാർത്തിക തൻ്റെയും തന്നെ ഭർത്താവിൻ്റെയും ഫോട്ടോ എടുത്ത് ഇങ്ങനെ നോക്കുകയാണ്. ഫോട്ടോ എടുത്ത് നോക്കി വളരെ സന്തോഷത്തോടു കൂടി തന്നെ ആ ഫോട്ടോ ഒന്ന് തലോടിക്കൊണ്ട് അവിടെ തന്നെ വെക്കുകയാണ്. അതിനുശേഷം കുറേ ബുക്കുകളെല്ലാം എടുത്ത് വായിക്കാനുള്ള ശ്രമത്തിലാണ്. ആ ബുക്കുകളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും നമ്മൾ സ്റ്റെഫിക്ക് മനസ്സിലായി കാർത്തിക ആ ചെയറിലേക്ക് വന്നിരിക്കില്ല എന്ന്. കാരണം അവൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഇനിയിപ്പോൾ അവിടെ ഇരുന്നില്ലെങ്കിൽ താൻ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കില്ലെന്നൊക്കെ മനസ്സിലായി. അങ്ങനെ ഈ സ്റ്റെഫി ആണെങ്കിൽ ആ ക്യാബിൻ്റെ അടിയിൽ നിന്നും പതിയെ അങ്ങോട്ട് എണീറ്റ് മാറി ആ കത്തി അങ്ങോട്ട് ഊരിയെടുക്കുക. കത്തി അങ്ങോട്ട് നിവർത്തിയിട്ട് ഇവളെ കൊല്ലാനായിട്ട് എടീ എന്ന് വിളിച്ചുകൊണ്ട് ഒറ്റ വരല്. കാർത്തിയാണെങ്കിൽ ഞെട്ടി തിരിഞ്ഞ് നോക്കിയാണ്. അപ്പോൾ ദേ സ്റ്റെഫി കത്തിയുമായിട്ട് നിൽക്കുന്നു. ഇവളെ കുത്താൻ പോകുന്ന ആ സമയത്ത് തന്നെ നമ്മുടെ കിരണാണെങ്കിൽ ഓടിപ്പാഞ്ഞ് വന്നിട്ട് കാലും വെച്ച് അവൻ്റെ കൈക്ക് നോക്കിയിട്ട് ഒറ്റ ചവിട്ടാണ്. ആ ചവിട്ടിൻ്റെ ആഘാതത്തിൽ തന്നെ കത്തി അങ്ങോട്ട് തെറിച്ചങ്ങോട്ട് പോവുകയാണ്. സ്റ്റെഫിയും അതേപോലെ തന്നെ അവിടെ മറിഞ്ഞങ്ങോട്ട് വീഴുകയാണ്. ഇത് കണ്ട കാർത്തികാണെങ്കിൽ പേടിച്ച് വിറച്ച് വല്ലാത്തൊരവസ്ഥയിൽ. കാരണം കിരണ ആ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ കാർത്തികയുടെ അന്ത്യം കണ്ടാനായിരുന്നു. അങ്ങനെ നമ്മുടെ കിരണും അതേപോലെ തന്നെ സ്റ്റെഫിയും കൂടി അടി ഇടി പിടി അങ്ങനെ വല്ലാത്തൊരു സ്റ്റണ്ട് അവിടെ നടക്കുകയാണ്. സ്റ്റെഫി ഒരു പെണ്ണാണെങ്കിൽ കൂടിയും കിരണിനെ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല. കിരണിനെ അടിക്കാനുള്ള തന്ത്രപ്പാടുകൾ മുഴുവനും ചെയ്യുന്നുണ്ട് ഈ സ്റ്റെഫി. എന്നിട്ട് കിരണിനെ ഇടിക്കാനായിട്ട് ചാടി അങ്ങോട്ട് വരികയാണ്. പക്ഷേ കിരൺ നല്ല ശക്തിയുള്ള ഗംഗാപ്രസാദിനെ പോലെയുള്ള ആളിനെ ഇടിച്ച് മലർത്തിയ ഒരാളാണ് കിരൺ. അപ്പോൾ നിസ്സാരമായ ഒരു പെണ്ണിനെ നിഷ്പ്രയാസം തളർത്താൻ പറ്റുമെന്ന് നമ്മുടെ കിരണിന് അറിയാലോ. അങ്ങനെ കിരൺ വീണ്ടും സ്റ്റെഫിയെ പിടിച്ചിട്ടിരിക്കണം. അപ്പോഴേക്കും കാർത്തികാണെങ്കിൽ അമ്മേ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചത്തിൽ ഭയങ്കരമായിട്ടും വിളിക്കുകയാണ്. അപ്പോഴേക്കും ലക്ഷ്മി അമ്മയെ ഓടി വരികയാണ്. ലക്ഷ്മി അമ്മ ഈ ഒരു കാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മി അമ്മ ഞെട്ടിപ്പോയി. എൻ്റെ ദൈവം എന്താണ് ഈ കാണുന്നത്? ദൈവം എൻ്റെ മോൾക്ക് എന്തെങ്കിലും പറ്റിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുറ്റും ഇങ്ങ് നോക്കുകയാണ്. അപ്പോഴേക്കും ഇവർ രണ്ടുപേരും കൂടി അടിയൊക്കെ തുടങ്ങി. അങ്ങനെ സ്റ്റെഫിയെ അങ്ങനെ വളച്ച് നിർത്തിയിട്ട് കൈ ഇങ്ങനെ പുറകെ കെട്ടിയിട്ട് കിരണാണെങ്കിൽ അവിടെ പിടിച്ചങ്ങോട്ട് ഇരുത്തുകയാണ്. നീ എന്താടി എന്നെക്കുറിച്ച് വിചാരിച്ചത്? നിനക്ക് ഇവിടെ കയറി വന്നിട്ട് എല്ലാത്തിനെയും തകർത്ത് മറിക്കാമെന്ന് നീ അങ്ങോട്ട് വിചാരിച്ചോ? അങ്ങനെ അവിടെ കിടന്ന് അലറാനായിട്ടുള്ള ശ്രമത്തിലാണ് ഈ സ്റ്റെഫി. അങ്ങനെ സ്റ്റെഫിയുടെ വായിലേക്ക് ഒരു തുണി അങ്ങോട്ട് തിരികെ അങ്ങോട്ട് വെക്കുകയാണ്. അതിനുശേഷം നീ ഇനി ഒച്ച ഉണ്ടാക്കണമെന്ന് എനിക്കൊന്ന് കാണുമല്ലോ. നീ ഇവിടെ കയറി വന്നിട്ട് എൻ്റെ ആൾക്കാരെ തീർക്കാമെന്ന് നീ വിചാരിച്ചില്ലേ? പക്ഷേ നടക്കില്ലടി. നിന്റെ ഒരു അഭ്യാസവും നടക്കില്ല. നിന്റെ കാമുകനായ ഗംഗാപ്രസാദ് ഇല്ലേ, അവനെ തളച്ചവനാണ് ഈ ഞാൻ. എനിക്ക് നിന്നെ എന്താ തളർക്കാനായിട്ട് പറ്റില്ലേ? നിഷ്പ്രയാസം നിന്നെ തളർത്താനായിട്ട് പറ്റും. അപ്പോഴേക്കും ലക്ഷ്മി അമ്മ ചോദിക്കുകയാണ്, ഇവളെങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറി, എപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അവള് കയറി, അന്നേരം തന്നെ കയറി. കാരണം കുറേ നേരമായി എന്തൊക്കെയോ എനിക്കൊരു മനസ്സിൽ തോന്നിയിട്ടാണ് ഞാൻ ചുമ്മാ ലാപ്ടോപ്പ് എടുത്ത് നോക്കിയത്. അപ്പോൾ അതിൽ വ്യക്തമായി കണ്ടു ഇവള് മതിൽ ചാടി കിടക്കുന്നത്. ഇവളുടെ കൂട്ടാളികളും ഉണ്ടായിരുന്നു അതിനൊപ്പം. എന്നിട്ട് ഇവളെ അകത്തേക്ക് കയറ്റി വിട്ടിട്ട് കൂട്ടാളികൾ പോവുകയും ചെയ്തു. ഞാൻ നല്ല നേരത്തിനല്ലേ അവിടെ ഒരു ക്യാമറ ഫിറ്റ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയതും എൻ്റെ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് തോന്നിയതും. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ ലക്ഷ്മി അമ്മയാണെങ്കിൽ എൻ്റെ ദൈവമേ, സെക്യൂരിറ്റിയും ഇത്രയും ക്യാമറയൊക്കെ ഉണ്ടായിട്ട് ഇവളെങ്ങനെ ഇതിനകത്ത് ധൈര്യമായിട്ട് കയറി വന്ന് ആലോചിക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ ഈ സ്റ്റെഫി ആണെങ്കിൽ ഈ തലയൊക്കെ പിടിച്ച് കുലുക്കാണ്. കാരണം ഇവിടെ വായിൽ തുണി കയറ്റി വെച്ചിരിക്കുകയാണല്ലോ. അതെല്ലാം കടിച്ച് പറിച്ച് ദൂരെ കളയാനായിട്ടൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ അവൾക്ക് അതിനൊന്നും സാധിക്കുന്നില്ല സ്റ്റെഫിക്ക്. അപ്പോൾ കിരൺ പറയാണ്, ഇനി നിന്നെ വെച്ച് പൊറിപ്പിക്കുന്ന കാര്യമില്ലടി. നിന്നെ എങ്ങോട്ടാണോ പറഞ്ഞയക്കേണ്ടത് അങ്ങോട്ട് തന്നെ പറഞ്ഞയക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ലക്ഷ്മി അമ്മേ, പെട്ടെന്നൊരു കയറെടുത്തുണ്ടോ ഇവളുടെ കൈയും കാലൊക്കെ ഒന്ന് കെട്ടട്ടെ എന്നിങ്ങനെ പറയാണ്. ശരിയെന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അമ്മ കയറെടുക്കാനായിട്ട് പോകാൻ കയറെടുത്തുകൊണ്ട് വരികയാണ്. ഇവളുടെ കൈയും കാലൊക്കെ കെട്ടുകയാണ്. ഇനി ഇവളെ ഞാൻ ഡിക്കിയിലേക്ക് കയറ്റാൻ പോവാം, എന്നിട്ട് ഇവളെയും കൊണ്ട് പോവാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും കാർത്തിക ചോദിക്കുകയാണ്, ഇവളെയും കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത് കിരൺ? ഇവൾ എന്ത് ചെയ്യാനാണ് പോകുന്നത് എന്ന് ചോദിക്കുകയാണ്.
എന്ത് ചെയ്യണമെന്നൊക്കെ ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ഇനി ഇവള് ആർക്കൊരു ഭീഷണിയാകാനായിട്ട് പാടില്ല. ഇനി ഭീഷണിയായിട്ടുണ്ടെങ്കിലേ ശരിയാവില്ല. കാരണം ഇനി ഇവളിവിടെ ജീവിച്ചിരിക്കാനായിട്ട് പാടില്ല. ഇവളുടെ കാമുകനല്ലേ, ഇവളുടെ കാമുകൻ്റെ അരികിലേക്ക് തന്നെ ഇവളെ പറഞ്ഞയക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. എൻ്റെ കല്യാണിക്ക് എപ്പോൾ അപകടം പറ്റുമോ അന്ന് മുതൽ ഞാൻ നിശ്ചയിച്ച കാര്യമാണ്. ഇനി ഒരാൾക്ക് പോലും അപകടം പറ്റാൻ പാടില്ല. നമ്മുടെ ശത്രുക്കളെയെല്ലാം തീർത്ത് കളയണമെന്ന്. നിനക്ക് നാണമില്ലടി ആ ഗംഗാപ്രസാദിനെ പോലെ ഒരുത്തൻ്റെ കാമുകിയായിട്ട് നടക്കാനായിട്ട്? അവൻ നീചകനാ, വൃത്തികെട്ടവനാ എന്നൊക്കെ രീതിയിൽ തന്നെ കിരൺ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്ക് ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, അതെ, ആ കാട്ടിൽ കയറി അമലു എന്ന് പറഞ്ഞ പെണ്ണിനെ ഇല്ലാതാക്കിയവനാണ്, വളച്ചെടുത്തവനാണ്, വൃത്തികെട്ട രീതിയിൽ അവളോടൊത്ത് നടന്നവനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും ഈ സ്റ്റെഫി ആണെങ്കിൽ അതൊന്നും വിശ്വസിക്കാനായിട്ട്, അത് ഉൾക്കൊള്ളാനായിട്ടൊന്നും തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു പെണ്ണല്ല. അങ്ങനെ ഈ സ്റ്റെഫി ആണെങ്കിൽ അവിടെ നിന്ന് കൈയും കാലിട്ട് അടിക്കുകയാണ്. അപ്പോൾ കിരൺ പറയാണ്, ലക്ഷ്മിയമ്മേ, ഞാൻ ഏതായാലും ഇവളെയും കൊണ്ട് പോവുകയാണ്, കാട്ടിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഈ കിരണാണെങ്കിൽ ഡിഗ്ഗിലേക്ക് കയറ്റുകയാണ് സ്റ്റെഫിയെ. അപ്പോൾ ഈ കിരണിൻ്റെ കൂടെ രതീഷും ഉണ്ട്. അപ്പോൾ രതീഷ് ചോദിക്കുകയാണ്, സാറേ ഇവളെന്ത് ചെയ്യാനാ തീരുമാനിച്ചിരിക്കുന്നത്, എങ്ങോട്ട് കൊണ്ടുപോകാനാ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, ഞാൻ പറഞ്ഞല്ലോ അവളെ കാട്ടിലേക്കാണ് കൊണ്ടുപോകാനായിട്ട് പോകുന്നത്. ഇനി ജീവിതനോടെ ഇരിക്കാനായിട്ട് പാടില്ല. പക്ഷേ സാറേ, നമ്മൾ പോകുന്ന വഴി പോലീസ് ചെക്ക് എങ്ങുണ്ടെങ്കിലോ, പോലീസ് ചെക്ക് എങ്ങുണ്ടെങ്കിൽ അവളേതായാലും അവളെ കൈയും കാലും ഒക്കെ കെട്ടിയിട്ടിട്ട് ഡിക്കിക്കുള്ളിലല്ലേ. പോലീസ് അങ്ങനെ ചെക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാറ്. ചെക്കിങ് ഉണ്ടെങ്കിൽ ആകെ പണി പാടും. ചെക്കിങ് ഉണ്ടെങ്കിൽ നടക്കട്ടേടാ. കണ്ടുപിടിക്കട്ടെ. പക്ഷെ പോലീസുകാരുടെ കയ്യിൽ ഇവളെ കൊടുക്കാൻ പാടില്ലെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം പോലീസുകാരുടെ കയ്യിൽ ഇവളെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷവും. വനിതാ സെല്ലിൽ നിന്ന് ചാടിയവളാണല്ലോ ഇവള്. അപ്പോൾ അവർക്ക് ഇവളെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. പക്ഷെ അങ്ങനെയല്ല, ഇവളിനി ജയിലിലേക്ക് പോകണ്ട. ഇവള് ഇനി നമ്മൾ പറയുന്ന സ്ഥലത്തേക്ക് പോയാൽ മതി. ഇവളെ തീർക്കണം രതീഷേ. അതിനുള്ള ഇതെല്ലാം ചെയ്യണം. പോലീസുകാരുടെ മുന്നിൽ പെടാതെ നമ്മൾക്ക് ഏതെങ്കിലും റൂട്ട് മാറ്റി വിടുകയും ചെയ്യണം. അവിടെ പോലീസ് ചെക്കിങ് ഇല്ലാതിരുന്നാൽ മാത്രം മതിയായിരുന്നു എന്നൊക്കെ കിരൺ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും രതീഷ്, അതേ സാറേ, അത് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. ഒരിക്കലും പോലീസ് ചെക്കിങ് വരാനായിട്ട് പാടില്ല സാറേ. പക്ഷേ അവിടെ വേല് കാത്തിരിക്കുന്നുണ്ടല്ലോ അല്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും, അതെ, അവരും ഭയങ്കര ത്രില്ല. കാരണം അമലുവിനെ ചതിച്ചവനാണല്ലോ ഈ ഗംഗാപ്രസാദ്. ആ ഗംഗാപ്രസാദിൻ്റെ കാമുകിയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവൻ ഭയങ്കര ത്രില്ലില്ല. അവൻ തന്നെ മുൻകൈയെടുത്ത് എല്ലാം ചെയ്തു തീർക്കുമെന്നാണ് ഇപ്പം എൻ്റെ ധാരണ എന്നൊക്കെ ഇങ്ങനെ കിരൺ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ വേലുവിനെ കാണിക്കണം. അപ്പോൾ വേലുവാണെങ്കിൽ വലിയൊരു തീപ്പന്തവും കൈ പിടിച്ചുകൊണ്ടിങ്ങനെ കാത്തിരിക്കുക. അവളിങ്ങോട്ട് വരട്ടെ, അവൾ ഇപ്പം തന്നെ ശരിയാക്കും എന്ന രീതിയിൽ തന്നെയാണ് വേലു അവിടെ കാത്തിരിക്കുന്നത്. അപ്പോൾ ദേ കിരണിൻ്റെ കാറ് വരികയാണ്. കിരണിൻ്റെ കാറ് കാട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഭയങ്കര സന്തോഷം തോന്നിക്കുക. നേരെ വേലു അങ്ങോട്ട് എണീറ്റ് ചെന്നിട്ട്, സാറേ എന്തായി സാറേ, അവൾ ഡിക്കിക്കകത്തുണ്ടോ സാറേ എന്ന് ചോദിച്ചപ്പോഴേക്ക്, അതെ, അവൾ ഡിക്കിക്കകത്തുണ്ട് വേലു. അവൾ ഇവിടെ വെച്ച് തന്നെ തീർക്കണം. ഇനി അവൾ പുറം ലോകം കാണാനായിട്ട് പാടില്ല. അതിനാണല്ലോ സാറേ ഞാനും ഇവിടെ വന്നിരിക്കുന്നത്. അവൾ ഇനി പുറം ലോകം കാണില്ല സാറേ. അതിനുള്ള വേണ്ട കളികളെല്ലാം എനിക്കറിയാം സാറേ എന്ന് പറയാണ്. അവളെ ഇങ്ങോട്ട് ഇറക്ക് സാറേ. അങ്ങനെ ഡിക്കിൽ നിന്ന് സ്റ്റെഫിയെ വലിച്ച് ഇഴച്ച് നേരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അങ്ങോട്ട് ഇടുകയാണ്. സ്റ്റെഫിക്ക് കയ്യോ കാലോ വായോ ഒന്നും അനക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് സ്റ്റെഫി അവിടെ ഇരിക്കുന്നത്. അപ്പോഴേക്കും കിരൺ പറയാണ്, നിനക്കിപ്പോൾ മനസ്സിലായല്ലോ സ്ഥലം ഏതാണെന്ന് അല്ലേ? നിനക്കിനി ഇവിടെ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് പറ്റില്ലടി സ്റ്റെഫി. നിനക്കേ എൻ്റെ ചരിത്രം എന്താണെന്ന് അറിയാവോ? നിൻ്റെ ഗംഗാപ്രസാദും അതേപോലെ തന്നെ രാഹുൽ എന്ന് ഒരുത്തനൊക്കെ എൻ്റെ ചരിത്രമൊക്കെ നന്നായിട്ട് അറിഞ്ഞവനാണ്. പിന്നെ ഗംഗാപ്രസാദിനോടൊക്കെ ഞാൻ എൻ്റെ ചരിത്രമൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇനി നീയും കൂടി അറിഞ്ഞോ? അറിയില്ലെങ്കിൽ, അതായത് എനിക്ക് ഒരു മുറപ്പെണ്ണുണ്ടായിരുന്നു. സരയൂന്ന് അവളുടെ പേര്. അവളെ കല്യാണം കഴിക്കണമെന്ന് എല്ലാവരും കൂടി പറഞ്ഞു. പക്ഷേ എനിക്ക് അവളെ ഇഷ്ടമല്ലായിരുന്നു. അവളുടെ സ്വഭാവം അതേപോലെയായിരുന്നു. അതുകൊണ്ട് അപ്പോഴാണ് ഞാൻ സംസാരിക്കാൻ ശേഷിയില്ലാത്ത കല്യാണിയെ കണ്ടത്. അവൾ ആ പെരുമാറ്റവും രീതിയും എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. അവളെ കല്യാണം കഴിക്കണമെന്നേ എൻ്റെ മനസ്സുകൊണ്ട് ഒരുപാട് ഞാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി ഏതറ്റം വരെ ഞാൻ പോകുമായിരുന്നു. അങ്ങനെ ആ ഒരു ആഗ്രഹം സാധിച്ചു. ഞാൻ കല്യാണിയെ സ്വന്തമാക്കി. പക്ഷേ അന്നു മുതൽ ഇന്നു വരെ ഒരു പെണ്ണുങ്ങളും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് ഞാൻ സമ്മതിച്ചിട്ടില്ല. ആരെയും തേടി ഞാൻ പോയിട്ടുമില്ല. കല്യാണി അവസാനം വരെയും കല്യാണി തന്നെയാണ്
എൻ്റെ ഭാര്യയും എൻ്റെ ജീവിതത്തിൽ ഉടനീളവും എന്നൊക്കെ ഇങ്ങനെ പറയാം. പക്ഷേ നിന്റെ ഗംഗാപ്രസാദേ അങ്ങനെയല്ലായിരുന്നു. നിന്നെ സ്നേഹിച്ചു, പക്ഷേ കാട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴേക്കുവേ അവൻ്റെ സ്വഭാവം അങ്ങോട്ട് മാറി. ഇവൻ്റെ മുറപ്പെണ്ണായ അമലുമില്ലേ, അമലുവിൻ്റെ മനസ്സങ്ങോട്ട് അവനങ്ങോട്ട് കീഴടക്കി വെച്ചു. എന്നിട്ട് അവൻ ചെയ്യാൻ പാടുള്ളതൊക്കെ ചെയ്തു എന്നൊക്കെ കിരൺ അവിടെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ വേലുവിനെതെല്ലാം കേട്ടിട്ടാകെ ദേഷ്യം വരികയാണ്. അപ്പോൾ വേലു പറയണം, അതെ എൻ്റെ അമലുവിനെ ചതിച്ചവനാണ് ഗംഗാപ്രസാദ്. അവനെ പോലെ ഒരുത്തനെ സ്നേഹിക്കാനായിട്ട് നിനക്ക് നാണമില്ലേടി? എടി നീയൊക്കെ എന്തിനാടി ഇങ്ങനെ ജീവിക്കുന്നത്? നീയൊക്കെ നല്ല കുടുംബത്തിൽ ജനിച്ചവളല്ലേ? എന്നിട്ട് നീ എന്തിനാടി ഇങ്ങനെ ഇവന്മാരുടെയൊക്കെ പിന്നാലെ പോയി നിന്റെ ജീവൻ തൊലച്ചത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രതീഷും പറയണം, ഇവളൊക്കെ ഇതേപോലുള്ള ജന്മങ്ങളാണ്. ഇവളൊക്കെ ഇങ്ങനെ നടക്കുള്ളൂ. ഒരാണിന് വേണ്ടി എന്താണ് ഏതാണെന്ന് അന്വേഷിക്കാതെ എന്തിനു വേണ്ടി പുറപ്പെട്ടിറങ്ങുന്നു. ലാസ്റ്റ് ഇവരുടെയൊക്കെ ജന്മം ഇതേപോലെ ഒടുങ്ങോളൂ എന്ന രീതിയിൽ തന്നെ പറയണം. അപ്പോഴേക്കും കിരണ പറയാണ്, നിനക്കിനി ഇവിടുന്ന് രക്ഷയില്ല എന്നൊക്കെ ഇനി സംസാരിക്കുകയാണ്. അങ്ങനെ ഈ സ്റ്റെഫിയുടെ വായിൽ നിന്ന് ആ ഒരു തുണി അങ്ങോട്ട് വലിച്ചു പറിച്ച് മാറ്റുകയാണ്. അത് വലിച്ചു പറിച്ച് മാറ്റി കഴിഞ്ഞപ്പോഴേക്കും സ്റ്റെഫി അവിടെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുകയാണ്. നീ ഇവിടെ കിടന്ന് എത്ര ഒച്ചപ്പെടുത്തിട്ടും കാര്യമില്ലടി, ഇത് കാടാ. കാരണം ഇവിടെ ഒച്ചെടുത്തിട്ടുണ്ടെങ്കിലേ മൃഗങ്ങളെ കേൾക്കുള്ളൂ, മനുഷ്യരാരും കേൾക്കില്ല. അതുകൊണ്ട് നിനക്കിനി രക്ഷയില്ലടി എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോഴേക്ക് രതീഷാണെങ്കിൽ എൻ്റെ സാർ ഇങ്ങനെ കൂടുതൽ ഡയലോഗ് അടിച്ച് നിൽക്കാതെ അവളെ തീർക്കാൻ നോക്ക് സാറേ എന്ന് പറയാണ്. അതിന് ഉണ്ട് ഇനിയും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവളെ തീർത്തത് കൊണ്ട് എല്ലാം അവസാനിക്കുന്നില്ലല്ലോ രതീഷേ. ഇവളുടെ കൂട്ടാളികൾ കുറേ പുറത്തുണ്ട്. ആ കൂട്ടാളികളാണല്ലോ ഇവളെ നേരെ കാർത്തികയുടെ വീട്ടിലേക്ക് കയറ്റി വിട്ടത്. അപ്പം ആ കൂട്ടാളികളെ കൂടി നമുക്കിവിടെ വിളിച്ച് വരുത്തണ്ടേ? അങ്ങനെ നമ്മുടെ സ്റ്റെഫിയുടെ പോക്കറ്റിൽ നിന്നും ആ ഒരു ഫോൺ എടുക്കുകയാണ്. ഇതേ ഇവളുടെ മൊബൈലാണ്. ഈ മൊബൈലിൽ കുറേ നമ്പറുകൾ ഉണ്ടാവും. ആ നമ്പറിലേക്ക് എല്ലാത്തിനും നമുക്കൊന്ന് മെസ്സേജ് അയക്കണം. എന്നിട്ട് അവന്മാരെ എല്ലാവരെയും നമുക്ക് ഇവിടെ കൊണ്ടുവരണം. എന്നിട്ട് അവന്മാരെയും കൂടി തീർക്കണം എന്നിങ്ങനെ പറയാം. അങ്ങനെ രതീഷണിൽ അത് നല്ലൊരു ഐഡിയ ആണെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഈ കിരൺ പറയുകയാണ്, നിനക്കൊരു കാര്യം അറിയോ സ്റ്റെഫി? അതെ, ഈ ഗംഗാപ്രസാദിനെ കൊന്നത് മനോഹർ തന്നെയാണ് തലക്കടിച്ചിട്ട്. പക്ഷേ അവനെ കൊല്ല ചെയ്ത് വല്ലാത്തൊരവസ്ഥയിലാക്കിയത് അത് ഞാനാണ്. എനിക്കറിയാടാ, അത് നീ തന്നെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണല്ലോടാ ഞാൻ മുൻകൈ എടുത്ത് ഇറങ്ങിയത് എല്ലാവരും തീർക്കാനായിട്ട്. എന്നിട്ട് നിനക്ക് എന്ത് സംഭവിച്ചടി? നീ ഇനി പുറലോകം കാണോ? നീ ഇനി പുറത്തിറങ്ങോ? അതൊന്നും നിനക്കൊണ്ട് പറ്റില്ലടി. അങ്ങനെ ഈ കൂട്ടാളികൾക്കെല്ലാം മെസ്സേജ് എടുക്കുകയാണ് നമ്മുടെ കിരൺ. അങ്ങനെ കൂട്ടാളികളുടെ മെസ്സേജ് വരികയാണ്. മെസ്സേജ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ദേടാ മെസ്സേജ് നോക്കിയടാ, എടാ സ്റ്റെഫി ഇതേ മെസ്സേജ് അടിച്ചിരിക്കുകയാണ്. അവൾ പറഞ്ഞേക്കുവാണ്, അമ്മയെ മോളെ തീർത്തു, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണമെന്ന്. എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷം കൊണ്ട് മതിമറന്നൊരവസ്ഥ നിൽക്കാനടാ. നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം. അവൾ വിദഗ്ധമായിട്ട് തന്നെ അവരെ കൊന്നു തീർത്തിട്ടുണ്ട്. അതെ, രാത്രി മുഴുവൻ അവിടെ ഒളിഞ്ഞു നിന്നിട്ടുണ്ടോ, എന്നിട്ട് പതുക്കെ ഇറങ്ങിയിട്ടുണ്ടോ. ഇപ്പേ ഇവിടെ അടുത്തുള്ളൊരു കാട്ടിലാണ് അവിടെ ഒളിച്ചിരിക്കുന്നതാണ് ഇവൾ മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമുക്ക് ഉടനെ തന്നെ അങ്ങോട്ട് ചെല്ലണം. അപ്പോൾ സ്റ്റെഫി പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തു. ഇനി ഒന്നും പേടിക്കണ്ട, നമ്മൾ സന്തോഷം കൊണ്ട് മതിമറന്നൊരവസ്ഥയിൽ നിൽക്കല്ലേ. എത്രയും പെട്ടെന്ന് വണ്ടി എടുക്കടാ, അങ്ങോട്ട് ചെല്ലാം എന്നിങ്ങനെ പറയാം. അങ്ങനെ ഇവർ 3 പേരും കൂടി ബൈക്ക് എടുക്കുക. ബൈക്ക് എടുത്തിട്ട് നേരെ ആ കാട്ടിലേക്ക് വരികയാണ്. കാട്ടിലേക്ക് വന്നു കഴിഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ എല്ലാവരും കൂടി നടക്കുക. അപ്പം ദാടാ വരുന്നു കിരണ് തീപ്പന്തം പിടിച്ചിട്ട് ഒറ്റ ചവിട്ടാണ് എല്ലാത്തിനെയും. അവർ ആ ചവിട്ടിൻ്റെ ആഘാതത്തിൽ നേരെ വന്ന് അങ്ങോട്ട് വീഴുകയാണ്. ഇവരെല്ലാവരും കൂടെ കണ്ടിട്ട് അതിനുശേഷം ചാടി എണീക്കുകയാണ്. എടാ നീയൊക്കെ എന്താടാ വിചാരിച്ചത്? നിന്റെ സ്റ്റെഫിയാണ് മെസ്സേജ് അയച്ചതെന്നാ? നിനക്ക് തെറ്റിപ്പോയടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. സ്റ്റെഫിയെയും അതേപോലെ തന്നെ സ്റ്റെഫിയുടെ കുറേ ഗുണ്ടകളെയും നമ്മുടെ കിരൺ ഇങ്ങനെ പിടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.